നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ആരാധനയുടെ ആരംഭം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, അങ്ങ് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലേക്ക് ഇറങ്ങി അങ്ങ് ഉയർത്തുന്നേറ്റ് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ദൈവമകൽ കർത്താവ് അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കർത്താവ്, എന്നും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ആ പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത ചെയ്യുന്ന വലിയ മഹാപുരോഹിതനാകിയ കർത്താവ് അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കർത്താവെ, ആ സ്വർഗോന്നതിയിൽ ഞങ്ങൾക്ക് വേണ്ടി വസിക്കുന്ന കർത്താവിനെ ആരാധിക്കുവാൻ ഈ ദിവസത്തിൽ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആദ്യോടന്തം തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ, വഴി നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി 175 ഗീതം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗീതം 175. യേശു ക്രിസ്തു ലോകപാലൻ, പാപി സൈന്യം ജീവൻകാരൻ, സർവവും തൻ കാൽ കീഴാം. ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ മക്കളും നിത്യജീവന് അവകാശികളുമായുള്ളവരെ,
ദൈവം നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് തൻ്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും തൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് തിരുസന്നിധിക്ക് അടുത്തു ചെല്ലുവാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവകാലം മുഴുവനും ഭയം കൂടാതെ വിശുദ്ധിയിലും നീതിയിലും തിരുസേവ ചെയ്യുവാൻ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രേക ദൈവം നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധി നിൽപ്പാനവതില്ലാത്തവരും ആണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നാം നമ്മുടെ പാപം ഏറ്റുപറയുക. നമുക്കെല്ലാവർക്കും മുട്ടുകളെ മടക്കാം. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഈ ഒരു സ്വർഗ്ഗാരോഹണ നാളിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആലയത്തിൽ ആയിരിക്കാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുന്നു. കർത്താവ് സ്വർഗ്ഗോന്നതിയിലേക്ക് പോയിരിക്കുന്നത് പിതാവിൻ്റെ സന്നിധി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യേണ്ടതിനാകുന്നു. നമ്മുടെ എല്ലാവിധമായിട്ടുള്ള കുറവുകളും പോരായ്മകളും ഒക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നാമായിട്ട് അറിയുന്ന ആ കർത്താവ്, ആ ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി സ്വീകരണം ചെയ്ത പിതാവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ കുറവുകളെയും പോരായ്മകളെയും നമുക്ക് ഈ സമയത്ത് ഏറ്റുപറയാം. അല്പസമയം മൗനമായി പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. അനുതാപ ഹൃദയത്തോടുകൂടി 9ാമത്തെ ഗീതം നമുക്ക് ആലപിക്കാം. ഗീതം 9, എഴുന്നു ഞാൻ എഴുന്നു ഞാൻ. പാടുസിന് പിറകിലുള്ള 3ാമത്തെ അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സ്വർഗസ്വപിതാവായ ദൈവമേ, ഞാൻ പ്രകാരത്തിന് കൂടിയ പാപം ചെയ്തിരിക്കുന്നു. പ്രത്യക്ഷമായ തിരുകൽപ്പിൽ ലംഘിച്ച് നടന്നതിനാൽ മാത്രമല്ല, മനസ്സിലെ രഹസ്യ വിചാരങ്ങളാലും കൂടെ തന്നെ എൻ്റെ കുറ്റങ്ങളൊക്കെയും ഓർത്ത് ഞാൻ പരമാർത്ഥമായി പശ്ചാത്താപപ്പെടുകയും നിർവ്യാജ ദുഃഖിക്കുകയും ചെയ്യുന്നു. മഹാദയാലുവായ ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. വാത്സല്യവത്തനായ യേശുവിനെ വിചാരിച്ച് എൻ്റെ പാവമൊക്കെ ക്ഷമിച്ച് എൻ്റെ ബലഹീനതകളെ ജയിപ്പാൻ കാരുണ്യപൂർവ്വം സഹായിക്കണമേ. ദിവ്യസ്നേഹ സംസർഗത്തിൽ എന്നെ തിരികെ ചേർത്ത് കൊള്ളുകയും തിരുമ്പൽ പ്രസാദമായുള്ളത് പ്രവർത്തിക്കേണ്ടതിന് എന്നെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. ആമേൻ. പാപങ്ങളെ ഓർത്ത് ദുഃഖിച്ച് ദൈവകരുണയും പാപമോചനം അന്വേഷിക്കുന്ന നിങ്ങളെല്ലാവരും സുവിശേഷത്തിലെ ആശ്വാസവചനം കേട്ടുകൊള്ളുവിൻ. കർത്താവ് താൻ തന്നെ നിങ്ങളോട് ഇപ്രകാരം പറയുന്നു: എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു പ്രകാരത്തിലും തള്ളിക്കളയുകയില്ല. നിങ്ങളുടെ പാപം ഇനി ഞാൻ ഓർക്കുകയുമില്ല. നിങ്ങളുടെ പാപം കടിച്ചു ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെയായിത്തീരും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങളെൻ്റെ വിധികളെ പ്രമാണിച്ച് അനുസരിക്കുകയും ചെയ്യും. എന്നാൽ അനുതാപമില്ലാത്തവരോട് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രകാരമാകുന്നു: അരുളി ചെയ്യുന്നവരെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റൊഴിയാതിരുന്നുവെങ്കിൽ സ്വർഗ്ഗത്തു നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം. എന്നാണ് ദുഷ്ടൻ്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ആമേൻ. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച ദൈവത്തിന് നമുക്ക് സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കാം.
സർവശക്തനായ ദൈവമേ, മനസ്സിലുള്ള പിതാവേ, ഞങ്ങളോട് സകല മനുഷ്യരോടും കാണിച്ചു വരുന്ന ദയാപാർസലങ്ങൾക്കായി കൊള്ളരുതാത്ത ഞങ്ങൾ ഉള്ളഴിഞ്ഞ് നന്ദി ഏറ്റവും താഴ്മയിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിച്ചു വരുന്നതിനും ഈ ആയുസ്സിൽ അനുഗ്രഹിച്ചതിനും ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. എന്നാൽ എല്ലാറ്റിനുമീത ഞങ്ങളുടെ കർത്താവായ യേശു മുഖാന്തരം ലോകത്തെ വീണ്ടെടുത്ത അമൂല്യ സ്നേഹം നിമിത്തവും തിരുവചന വിശുദ്ധ ചൊൽക്കുറികൾ യേശു ക്രിസ്തു മുഖാന്തരം ലഭിക്കാനുള്ള തേജസ്സിന് പ്രത്യാശ എന്നിവ ഞങ്ങൾക്ക് നൽകിയ നിമിത്തവും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ആമേൻ. സ്വർഗസ്വപിതാവേ, ഞങ്ങൾ പരമാർത്ഥമായി നന്ദി കാണിപ്പാനും തിരുസേവക്കായി ഞങ്ങളെ മുഴുവൻ സമർപ്പിച്ചും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയും ജീവിച്ചുകൊണ്ട് അതിരങ്ങളാൽ മാത്രമല്ല നടപ്പിനാലും കൂടെ തിരുസ്തുതിയെ വർണ്ണിപ്പാനും തൃക്കാടിനെ വേണ്ടപണ ബോധിപ്പാനായി ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇതൊക്കെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. വാഴ്ത്തപ്പെട്ട പുത്രന് പിതാവിനോടും പരിശുദ്ധാത്മനോട് കൂടെ സദാകാലവും സകല ബഹുമാന മഹത്വവും ഉണ്ടാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വേദപാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി 19-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും ചരണം പാടാം. ഗീതം 19. സർവേശനാം യഹോവ ഈ വിണ്ണും സൈന്യവും. 1ഉം 2ഉം ചരണങ്ങൾ. സ്വർഗാരോഹണ നാളായ ഇന്നത്തേക്ക് വായിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 16 മുതൽ 22 വരെയും, പുതിയ നിയമത്തിൽ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 49 മുതൽ 53 വരെയുമുള്ള വേദഭാഗങ്ങളാവുന്നു. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ടുകൊള്ളുന്നു. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിൽ വെക്കണം. തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കണം. അതിൻ്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവും ആയിരിക്കണം. പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം. കൃപാസനത്തിൻ്റെ 2 അറ്റത്തും അടിപ്പു പണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം. ഒരു കെരൂബിനെ ഒരു അറ്റത്തും മറ്റേ കെരൂബിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിൻ്റെ 2 അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകൾ മേലോട്ട് ചിറകു വിടർത്തി ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും വേണം. കെരൂബുകളുടെ മുഖം കൃപാസനത്തിന് നേരെ ഇരിക്കണം. കൃപാസനത്തെ പെട്ടകത്തിന്മീതെ വയ്ക്കണം. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വയ്ക്കണം. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്ന് സാക്ഷ്യ പെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രയേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിപ്പാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യും. ഇവിടെ പഴയ നിയമവേദഭാഗങ്ങൾ വായിച്ചവസാനിച്ചിരിക്കുന്നു. പുതിയ നിയമ വേദപാഠഭാഗം വായിച്ചു കേൾക്കുന്നതിന് മുമ്പായി നാം പാടിയ 19-ാം ഗീതത്തിൻ്റെ 6-ാമത്തെയും 7-ാമത്തെയും ചരണം പാടാം. 19-ാം ഗീതത്തിൻ്റെ 6-ാമത്തെയും 7-ാമത്തെയും ചരണങ്ങൾ.
എൻ പോരിനായി പ്രമാണം ശിശുക്കളെ ബലം. എല്ലാവർക്കും ഇരിക്കാം. പുതിയ നിയമത്തിൽ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 49 മുതൽ 53 വരെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ടുകൊള്ളുന്നു. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. അനന്തരം അവൻ അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ഇവിടെ ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ വായിച്ച് അവസാനിച്ചിരിക്കുന്നു. മനസ്സിലുള്ള പിതാവായ ദൈവം തിരുവചനത്തിൽ തൻ്റെ സമ്പൂർണ്ണ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാലും ക്രിസ്തുവേശുവിൽ നമ്മെ തൻ്റെ സമൃദ്ധിയായ കൃപകൾക്ക് അംശികളാകുവാൻ ക്ഷണിച്ചിരിക്കുകയാലും തന്നെയുള്ള വിശ്വാസം ഞാൻ പറയുന്നതിൻ്റെ പിന്നാലെയായി നിങ്ങളും സ്വീകരിച്ചൊല്ലുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അപ്പോസ്തല വിശ്വാസ പ്രമാണം സ്വീകരിച്ച് ചൊല്ലാം. സ്വർഗങ്ങൾക്കും ഭൂമിക്കും സൃഷ്ടാവായി സർവശക്തനായ പിതാവായിരിക്കുന്ന ദൈവത്തിങ്കൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ പരിശുദ്ധാത്മാനാൽ മറിയ എന്ന കന്യയിൽ ഉൽപ്പാദനായി ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന് കീഴിൽ കഷ്ടം അനുഭവിച്ചു, ക്രൂശിക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി, 3-ാം ദിവസം ഉയർത്തുനിറ്റ് സ്വർഗ്ഗാരോഹണമായി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനും വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാകുന്ന ശുദ്ധ സാധാരണ സഭയിലും പാപമോചനത്തിനും ശരീരത്തോടെ ജീവിച്ചെഴുന്നേൽക്കുന്നതിലും നിത്യജീവത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സഭയ്ക്ക് എല്ലാവർക്കും ഇരിക്കാം. നമ്മുടെ വഴിപാടുകളെ ദിവസത്തിൽ സമർപ്പിക്കുമ്പോൾ 241-ാം ഗീതം പാടാം. ഗീതം 241. മഹോന്നതസ്ഥ യേശുവേ എൻ വഴിയാത്ര നോക്കുക. ഈ ഗീതത്തിൻ്റെ ആവശ്യമുള്ള ചടങ്ങുകൾ പാടാം.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമെല്ലാം നല്ല ദാനങ്ങളുടെ ഇവരോടമായ സ്വർഗീയ പിതാവേ, ഇപ്പോൾ അർപ്പിച്ചിരിക്കുന്ന സഭയുടെ ആശയെ വിശദീകരിച്ച് സുഗ്രാഹ്യമായ യാഗമായി സ്വീകരിച്ച് തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഓരോരുവനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ അപ്പോസ്തലന്മാർ മുഖാന്തരം നമ്മുടെ കർത്താവ് അരുളിച്ചെയ്തിരിക്കുക. നമുക്ക് പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കാം. ഒരു അപേക്ഷയുടെ പിന്നാലെ കർത്താവെ ഞങ്ങളെ കേൾക്കണമേ എന്ന് സഭയ്ക്ക് പ്രതിവാക്യമായി പറയാം. കർത്താവെ ഞങ്ങളെ കേൾക്കണമേ. സാർവത്രിക തിരുസഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവെ, പ്രിയപുത്രനെ വിചാരിച്ച് തിരുസഭയെ കൃപയോടെ കടാക്ഷിക്കണമേ. തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തി, നിർമ്മലത എന്നിവയെ കാത്തുകൊള്ളുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന് സഹായം നൽകി തിരുസഭയുടെ സാക്ഷ്യം സഫലമാക്കണമേ. എല്ലാവർക്കും വിശ്വാസവും മാനസാന്തരവും നൽകുകയും ഇസ്രായേലിൻ്റെ ചിതറിപ്പോയ ആടുകളെ ചേർത്തുകൊള്ളുകയും ചെയ്യണമേ. ഞെരുക്കത്തിലും പീഡനകളിലും ഇരിക്കുന്ന സഭകളെ നിങ്ങൾ പ്രത്യേകമായി തിരുമുമ്പിൽ ഓർക്കുന്നു. ആ സഭകൾക്ക് ജ്ഞാനവും ബലവും ലോകത്തെ ജയിക്കുന്ന ജയമായ വിശ്വാസവും നൽകണമേ. ആമേൻ. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളുടെ എല്ലാ മിഷൻ സംഘങ്ങളെയും സഭകളെയും ഐക്യസഭ മുഴുവനെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയുടെ മുപ്പയങ്ങളെയും പരിപാലക സംഘങ്ങളെയും സുന്നതദോസിനെയും തിരുസേവയിലുള്ള എല്ലാ ശുശ്രൂഷകന്മാരെയും പ്രവർത്തകന്മാരെയും പരിശുദ്ധാത്മാനാൽ നടത്തണമേ. ആമേൻ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. എല്ലാ ഭവനങ്ങളും കുടുംബങ്ങളും സമാധാനത്തിലും ഐക്യത്തിലും ഇരിപ്പാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും പോറ്റി വളർത്തുവാൻ ഏർപ്പെട്ടിട്ടുള്ളവരുടെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ മക്കളുടെ മനസ്സ് പരിശുദ്ധാത്മാവിൻ്റെ പ്രണയത്തിലേക്ക് നടത്തണമേ. അനാഥർ, വിധവമാർ, അഗതികൾ, പീഡിതർ എന്നിവരെ കാത്തു പുലർത്തണമേ. രോഗികൾക്കും വയോവൃദ്ധന്മാർക്കും മരണം അടുത്തവർക്കും സമീപസ്ഥനാകണമേ. ആമേൻ. നമ്മുടെ രാജ്യത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുക. കൃപാനിധിയായ ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ മേലധികാരികളായ എല്ലാ ഭരണകർത്താക്കന്മാരെയും തൃക്കാവലും കൃപയിലും പരമേൽപ്പിച്ചു കൊടുക്കുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നിവരെ പരിപാലിച്ച് നടത്തണമേ. അധികാരസ്ഥന്മാരെല്ലാവർക്കും പക്ഷപാതം കൂടാതെ നീതിയോടെ ഞങ്ങളെ പരിപാജ്ഞാനും വേഗവും നൽകണമേ. ഞങ്ങളുടെ ഭാരതഘടത്തെയും അതിലുള്ള നിവാസികൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരിലും കരുണയും സത്യവും സമാധാനവും നിലനിന്നു പോരുവാൻ തുണയ്ക്കണമേ. ആമേൻ. രോഗികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും ഓർത്തുകൊള്ളണമേ. അവർ തങ്ങൾക്കുടെ ഭാരം ക്ഷമയോടെ വഹിപ്പാനും പൂർണ്ണമായി ദിവ്യകൈകളിൽ ആശ്രയിപ്പാനും തിരുസാന്നിധ്യത്തിൽ ആശ്വാസം കടത്തുവാനും കൃപ ചെയ്യണമേ. മരണത്തിന് നീക്കം വന്ന് വിലാപവും കരച്ചിലും ദുഃഖവും തീർന്ന് നീ ഞങ്ങളുടെ സകല കണ്ണുനീരും തുളച്ചുകളെന്ന നാൾ വേഗം വരുത്തണമേ. ആമേൻ. ഒടുവിലായി നമ്മുടെ മരണനാഴികയും നാം ഓർക്കുക. ഞങ്ങളുടെ അന്ത്യനാഴിക അടുക്കുമ്പോഴും ഞങ്ങൾ മരണവേദനയിൽ കൂടി കടക്കുമ്പോഴും ഞങ്ങൾ വിശ്വാസത്തോടെ നിദ്ര പ്രാപിപ്പാനും ഞങ്ങളുടെ ദേഹികൾ സമാധാനത്തോടെ പിരിഞ്ഞു പോകുവാനും കർത്താവെ സർവശക്തിയുള്ള കരുണയാൽ തുറന്നു നിൽക്കണമേ. തിരുമുഖം കണ്ട് ആനന്ദിപ്പാനും തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളോട് ഒന്നിച്ച് തിരുനാമത്തെ എന്നെന്നും വാഴ്ത്തി സ്തുതിച്ചുകൊണ്ടിരിപ്പാനും ആ മഹാദിനത്തിൽ ഞങ്ങളെ തേജോ രാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. ആമേൻ. ആമേൻ. തിരുവചന ധ്യാനത്തിന് മുമ്പായി 336 ഗീതത്തിൻ്റെ 1-ാമത്തെയും 6-ാമത്തെയും ചരണം പാടാം. 336 ഗീതത്തിൻ്റെ 1-ാമത്തെയും 6-ാമത്തെയും ചരണം. മേഘാരൂഢനായി മഹിമായുധനായി ഇതാ കയറുന്ന രചൻ. Arpin
നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം മൗനമായി നിന്ന് ദൈവത്തെ വാഴ്ത്തി പരിശുദ്ധാത്മാ മുഖാന്തരം സകല സത്യത്തിലും വഴി നടത്തുവാൻ അപേക്ഷിക്കുക. ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഞങ്ങൾക്ക് വേണ്ടി പാതാളത്തിലേക്ക് ഇറങ്ങി ഉയർത്തുന്നേറ്റ് സ്വർഗോന്നതിയിൽ ഞങ്ങൾക്ക് വാഴുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, ഈ ഒരു സ്വർഗാരണ നാളിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ, അങ്ങേ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായ സ്തോത്രം. അല്പസമയം കർത്താവിൻ്റെ വചനത്തെ ധ്യാനിക്കുമ്പോൾ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വേണ്ടി ഉയർത്തുന്നേറ്റ് സ്വർഗോന്നതിയിൽ വസിക്കുന്ന കർത്താവിനെ ആരാധിക്കുന്ന ഈ സ്വർഗാരോഹണ നാളിൽ നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. സ്വർഗാരോഹണം എന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ക്രിസ്തീയ വിശ്വാസപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ തൻ്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് സ്വർഗാരോഹണം എന്ന് പറയുന്നത്. ഈ ലോകത്തിലുള്ള കർത്താവിൻ്റെ ആ ദൗത്യത്തെ, അതിൻ്റെ ഒരു പൂർത്തീകരണമാണ്, ഒരു കംപ്ലീഷനാണ് സ്വർഗാരോഹണം എന്ന സംഭവം. അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതെല്ലാം കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഈ ദൈവത്തിൻ്റെ വലിയ ആ ദൗത്യത്തെ ഈ ലോകത്തിൽ കർത്താവ് നിർവഹിച്ചു. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കർത്താവ് തിരികെ ചേർക്കപ്പെട്ടു, അല്ലെങ്കിൽ ഉയർത്തപ്പെട്ടു. ഈ സംഭവം ഇതെല്ലാം പഴയ നിയമം മുതൽ പുതിയ നിയമത്തിൽ ഉടനീളം എല്ലായിടത്തും ദൈവത്തിൻ്റെ വചനത്തിൽ ഒരുപോലെ പരാമർശിക്കുന്നതാണ് എന്നതാണ് ഇന്നത്തെ ടെസ്റ്റുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ പഴയ നിയമം വായിച്ചു കേട്ടു, പുതിയ നിയമത്തിൽ സുവിശേഷം നമ്മൾ വായിച്ചു. അതിനുശേഷം ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആധാരവചനം ഇബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെയും ഇതേ ആശയം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം: ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കഴിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഇപ്പം നമ്മളിന്ന് വായിച്ചു കേട്ട പഴയ നിയമ വേദപാഠഭാഗം, അതുപോലെ തന്നെ ഇന്ന് നൽകിയിരിക്കുന്ന ലേഖന വേദപാഠഭാഗവും, ഇതെല്ലാം ഈ 3 ടെസ്റ്റുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെയാണ് നമ്മൾ ഈ ഒരു ദിവസത്തിൽ പ്രത്യേകമായിട്ട് കാണേണ്ടത്. നമ്മൾ പഴയ നിയമത്തിൽ, അതായത് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 16 മുതൽ 22-ാം വാക്യം വരെ നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തെ, സാക്ഷ്യപ്പെട്ടകത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ എങ്ങനെയാണ് അവിടെ അതിനെ നിർമ്മിച്ചിരിക്കുന്നത്, അവിടെ എന്താണ് ചെയ്യേണ്ടത്, അവിടെ എന്താണ് ജനത്തിന് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയും ആ ഭാഗത്ത് പരാമർശിക്കാൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം നിയമപ്പെട്ടകം എന്ന് പറയുന്നത് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ നിയമത്തെയും ജഡ്ജ്മെൻറ്റിനെയും ദൈവത്തിൻ്റെ ശിക്ഷയുമാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്നാൽ അവിടെ ആരാണ് ശുശ്രൂഷ ചെയ്യുന്നത്? ആ നിയമപ്പെട്ടകം വയ്ക്കുന്നത് മന്ദിരത്തിലുള്ള അതിവിശുദ്ധ സ്ഥലത്താണ് ആ നിയമപ്പെട്ടകം വെക്കുന്നത്. അവിടെ ശുശ്രൂഷ ചെയ്യേണ്ട ഉത്തരവാദിത്തമെന്ന് പറയുന്നത് ശുശ്രൂഷകനാണ്, പുരോഹിതനാണ്. പുരോഹിതൻ ഓരോ കാലത്ത് അതത് സമയത്ത് ഈ ജനത്തിന് വേണ്ടി മധ്യസ്ഥത ചെയ്ത് പാപപരിഹാര കർമ്മം, യാഗം ഇതെല്ലാം ചെയ്യുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ് ശുശ്രൂഷകനുള്ളത്. അവിടെ നിന്ന് എന്താണ് ലഭിക്കുന്നത്? ആ ദൈവത്തിൻ്റെ കൃപാസനത്തിൽ നിന്ന് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്,
ദൈവത്തിൻ്റെ പാപക്ഷമമാണ് അവിടെ ലഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ കൃപാസനത്തെക്കുറിച്ചൊക്കെയുള്ള ഈ പഴയ നിയമത്തിലുള്ള പരാമർശം എന്ന് പറയുന്നത് അവിടെ ദൈവത്തിനും മനുഷ്യരുടെ ഇടയിലുള്ള ഒരു മധ്യസ്ഥതയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഒരു വലിയ ഒരു മധ്യസ്ഥത ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ എപ്പോഴും ആവശ്യമാണ്. ദൈവം എപ്പോഴും മനുഷ്യനെ തൻ്റെ അടുത്തേക്ക് വരുന്നതിനും മനുഷ്യരോടുള്ള സമ്പർക്കം സ്ഥാപിക്കുന്നതിനും ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു. എന്നാൽ അവിടെ ഒരു മീഡിയേറ്റർ ആവശ്യമാണ് എന്നത് ആണ് പഴയ നിയമം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം. ഇവിടെ ദൈവത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള നിയമമാണ്. ആ ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് പറയുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. അത് നീതിയുള്ളതാണ് ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് ആ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവിടെ ഒരു കർമ്മം ആവശ്യമാണ്, ഒരു കർമ്മി ആവശ്യമാണ്, ഒരു യാഗം ആവശ്യമാണ്. അവിടെ ദൈവത്തിൻ്റെ ദയ അവിടെ ഒളിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. അപ്പോൾ ഈ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 49 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ കാണുന്ന സമയത്ത് ദൈവപുത്രൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു സംഭവമാണ് ലൂക്കോസ് സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, അവൻ ഉന്നതിയിലേക്ക് എടുക്കപ്പെട്ടു എന്നതാണ് നമ്മൾ ആ ഭാഗത്ത് കാണുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യരോട് കൂടെ ജീവിച്ച് അതുപോലെ തന്നെ അവർക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു, ആ കർത്താവ്, ആ മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശയാണ്. നമ്മുടെ വിശ്വാസ പ്രമാണം പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നത് അവൻ പൊന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടമനുഭവിച്ചു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലിറങ്ങി, 3-ാം ദിവസം ഉയർത്തുന്നേറ്റു, പിന്നീട് അവൻ സ്വർഗത്തിലേക്ക് കയറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളാണ്. യേശു ഈ ലോകത്തിലേക്ക് വന്നു, അവൻ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നമുക്ക് വേണ്ടി അവൻ ക്രൂശിക്കപ്പെട്ടു, അവൻ നമുക്ക് വേണ്ടി മരിച്ചു. പിന്നീട് അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? പാതാളത്തിലേക്ക് ഇറങ്ങി. ഇപ്പം നമ്മുടെ എല്ലാ ഭയാശങ്കകളുമുണ്ട് ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ. എല്ലാ തരത്തിലും സ്വർഗോന്നതിയിൽ നിന്നുള്ള ഭയാശങ്കകൾ, നമ്മുടെ ഭൂമിയിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള പല ശക്തികളിൽ നിന്നുള്ള നമുക്കുള്ള പല ഭീഷണികൾ, അപായങ്ങൾ, ഇതെല്ലാം പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങൾ, അതുപോലെ തന്നെയാണ് പാതാളത്തിലുള്ള നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ. പാതാളത്തിൻ്റെ ശക്തിയെയും കർത്താവ് എന്ത് ചെയ്തു? തകർത്ത് കളഞ്ഞു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന ആ ഒരു സംഭവത്തിലൂടെ പാതാളത്തിൻ്റെ ശക്തികളെയും അവൻ സ്വർഗലോകത്തിൻ്റെയും അതുപോലെ തന്നെ ഭൂലോകത്തിൻ്റെയും അധോലോകത്തിൻ്റെയും എല്ലാ ശക്തികളെയും കർത്താവ് തകർത്തു എന്ന് പറയുമ്പോൾ ഇവിടെയെല്ലാം കർത്താവ് ഇറങ്ങി വന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഈ കർത്താവ് ഉയർത്തുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി, അവൻ സ്വർഗോന്നതിയിൽ നമുക്ക് വേണ്ടി ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശു എന്താണ് സ്വർഗോന്നതിയിൽ? അപ്പോൾ നമ്മളിന്ന് വായിച്ചു കേട്ട എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് അവിടെ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നിട്ട് എന്താണ് അവിടെ ചെയ്യുന്നത്? അവിടെ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുകയാണ്. അപ്പോൾ ഈ നമ്മളിന്ന് വായിച്ചു കേട്ട പഴയ നിയമ വേദപാഠഭാഗത്തിൽ അവിടെ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകമുണ്ട്, ദൈവത്തിൻ്റെ നിയമം എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ഒന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് പറയുന്നത് വളരെ നീതിയുള്ള ന്യായവിധിയാണ്. അന്ന് രക്ഷപ്പെടുവാനായിട്ട് ആർക്കും കഴിയില്ല. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ ഒരു കൃപാസനമുണ്ട്. ആ കൃപാസനത്തിൽ പുരോഹിതൻ എന്ത് ചെയ്യുന്നു? എല്ലാവരുടെയും പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടി പാപപരിഹാര കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇത് പൂർത്തീകരിക്കപ്പെടുകയാണ്.
ഈ പാപപരിഹാര കർമ്മം കർത്താവായ യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു എന്നതാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊള്ളാനായിട്ടാണ് ഇവിടെ എബ്രായ ലേഖനം നമ്മോട് പറയുന്നത്. കാരണം നമ്മുടെ കർത്താവ് ഈ സ്വർഗോന്നതിയിലേക്ക് കടന്നു പോയിരിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ഈ ലോകത്തിൽ ജീവിച്ച് മനുഷ്യരുടെ എല്ലാവിധമായിട്ടുള്ള ബലഹീനതകളും എല്ലാവിധമായിട്ടുള്ള പോരായ്മകളും എല്ലാം അറിയുന്ന ആ കർത്താവാണ് സ്വർഗോന്നതിയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് അവിടെ എബ്രായ ലേഖനം പറയുകയാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. കാരണം മനുഷ്യൻ്റെ എല്ലാവിധമായിട്ടുള്ള ബലഹീനതകളും എല്ലാവിധമായിട്ടുള്ള പരിമിതികളും എല്ലാ കുറവുകളും പോരായ്മകളും ഒക്കെ അറിഞ്ഞ കർത്താവാണ് ഇവിടെ സ്വർഗോന്നതിയിൽ നമുക്ക് വേണ്ടി ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആയിരിക്കണം എന്ന് ഈ എബ്രായ ലേഖകൻ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മിഷൻ എല്ലാ ഘട്ടങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ഫ്യൂണറലിനെ കുറിച്ച് ദുഃഖ ശനിയാഴ്ച നമ്മൾ ആചരിക്കാറുണ്ട്. അവിടെ നമ്മൾ യേശുക്രിസ്തുവിനെ പാതാളത്തിലേക്ക് അല്ലെങ്കിൽ ശവക്കല്ലറയിലേക്ക് വെച്ച ആ ശവസംസ്കാര ശുശ്രൂഷയെക്കുറിച്ച് ധ്യാനിക്കാറുണ്ട്. അപ്പോൾ അതിന് വളരെ പ്രാധാന്യമുണ്ട്. കർത്താവ് എന്തിനാണ് ശവക്കല്ലറയിലേക്ക് പോയത്? അവിടെ പാതാളത്തിലേക്ക് ഇറങ്ങിയത് എന്താണ്? എന്തിനാണ്? നമ്മുടെ എല്ലാ ശവക്കല്ലറയിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ശവക്കല്ലറയിൽ വെച്ചിട്ടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയെ നമ്മളെപ്പോഴും ഓർക്കുന്നൊരു കാര്യം, ഈ പാതാളത്തിലേക്ക് ഇറങ്ങി ശവക്കല്ലറയിലെ പാതാളത്തിലെ എല്ലാ ശക്തികളെയും തോൽപ്പിച്ച ആ കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മൾ ഈ കല്ലറകൾ വിശുദ്ധീകരിച്ച് അതിലേക്ക് പിന്നീട് ഭൗതിക ശരീരം നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ നമ്മളൊരു പാട്ടിൽ തന്നെ അത് പറയുന്നുണ്ട്, കർത്താവിൻ്റെ മുറികളെ തഴുകിക്കൊണ്ട് ഞാൻ ഉറങ്ങും എന്ന് പറയുമ്പോൾ നമ്മൾ ശവക്കല്ലറയിൽ പോലും നമുക്ക് വേണ്ടി ശവക്കല്ലറയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ആ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് ആ പ്രത്യാശയോട് കൂടിയിട്ടാണ് നമ്മൾ പാട്ട് പാടുന്നതും നമ്മൾ വിശ്വാസ ജീവിതം നയിക്കുന്നതും നമ്മൾ മരിക്കുന്നതുമൊക്കെ നമ്മോട് കൂടെ മരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മരിച്ചിരിക്കുന്ന ആ കർത്താവിനെ ഓർത്തുകൊണ്ടാണ്. ആ കർത്താവ് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന മറ്റൊരു പ്രത്യാശയാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ അത് വളരെ ഫലം കായ്ക്കുമെന്ന് പറയുന്നത് പോലെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അല്ലെങ്കിൽ വീഴണം, അത് മണ്ണിലേക്ക് ലയിക്കണം, അത് ഉടയണം, അത് ചാകണം, അത് പൊട്ടി മുളയ്ക്കണം എന്നൊക്കെയുള്ള ആ ഒരു ദൈവികമായിട്ടുള്ള ശാസ്ത്രത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ മനുഷ്യ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല, മറിച്ച് അതിനപ്പുറം കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന മറ്റൊരു ജീവിതം കൂടിയുണ്ട് എന്നത് അവിടെ നമുക്ക് നൽകുന്ന ഒരു വലിയ പ്രത്യാശയാണ്. അതുപോലെ തന്നെയാണ് കർത്താവ് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഈ നമുക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്ത കർത്താവ്, അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു വലിയ പ്രത്യാശ ഈ ഒരു സ്വർഗാരോഹണ നാൾ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ കർത്താവിൽ നമുക്ക് വിശ്വാസത്തോടു കൂടി ആശ്രയിക്കാം. ഈ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, ഉയർത്തുന്നേറ്റു, എന്നും സ്വർഗത്തിൻ്റെ ഉന്നതിയിൽ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്നു, നമുക്ക് വേണ്ടി അവൻ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എല്ലാവിധമായിട്ടുള്ള കുറവുകളും ബലഹീനതകളും അറിയുന്ന ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ചു ഉയർത്തുന്നേറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്ന മനുഷ്യരെ അറിയുന്ന ആ കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആ കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധ്യമായിട്ട് തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, അങ്ങ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു.
അങ്ങ് ഉയർത്തുന്നേറ്റു, അങ്ങ് കർത്താവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സ്വർഗാരോഹണം ചെയ്തുവല്ലോ. കർത്താവെ, അങ്ങ് ഞങ്ങളെ ആഴത്തിൽ അറിയുന്നു. ഞങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള ബലഹീനതകളും ഞങ്ങളുടെ മനുഷ്യ സ്വഭാവങ്ങളും എല്ലാം കർത്താവ് അറിയുന്നു. അങ്ങ് മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചു. അതുകൊണ്ട് അങ്ങ് പലപ്പോഴും മനുഷ്യപുത്രനെ തലചായ്ക്കുവാൻ മണ്ണിന് ഇടമില്ല എന്ന് പറയുകയും ഞങ്ങളിലൊരു മനുഷ്യനായിട്ട് ജീവിക്കുകയും മനുഷ്യൻ്റെ എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞ ദൈവമാകുന്നുവല്ലോ. കർത്താവെ, അങ്ങ് ആ സ്വർഗോന്നതിയിലിരിക്കുമ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളെയും ഞങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള ആവശ്യങ്ങളെയും എല്ലാം അറിയുന്ന ദൈവമാകുന്നു. ആ ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ആ ദൈവത്തിനു മുമ്പാകെ സമർപ്പിക്കുവാൻ പ്രാപ്തനായിട്ടുള്ള ദൈവമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ആ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് മനുഷ്യന് വേണ്ടി ജീവിച്ച, മനുഷ്യന് വേണ്ടി ഈ ലോകത്തിൽ നിലകൊണ്ട ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, അങ്ങ് ഇന്നും സ്വർഗോന്നതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ആയിരിക്കുന്നു എന്നുള്ള ആ വലിയ പ്രത്യാശയോടുകൂടി കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ, പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ ഞങ്ങളവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആരാധനയുടെ അവസാനമായി 5-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 5-ാമത്തെയും ചരണം പാടാം. 5-ാം ഗീതത്തിൻ്റെ 1-ാമത്തെയും 5-ാമത്തെയും ചരണം. ഞങ്ങൾക്ക് നിൻ്റെ കൃപ ഇരിക്കുക യേശുവേ. കർത്താവ് പഠിപ്പിച്ച പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശദീകരണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ രക്ഷ സ്രോതലെ പോലെ ഭൂമിയിലുമാക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരത്തെ തരണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കർത്താവേ ദുഷ്ട ഞങ്ങൾ വിടുവിക്കണമേ. രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഒടുവിലായ വിശ്വാസത്തോടു കൂടി കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ.